സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ജനവികാരം പരിഗണിക്കുന്നതിൽ പിഴവുണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനമായ വിമർശനമായി ഉയരുന്നത്. പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം പാർട്ടിയെ പരിഹസിക്കാൻ എതിരാളികൾക്ക് അവസരം നൽകി. പാർട്ടി എതിർത്തിട്ടും എലത്തൂരിൽ എ.കെ. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു. കെ.ടി. വിബീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിബീഷ, എം.വി. ഗോവിന്ദൻ ഓരോ തവണ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും 100 പേർ പാർട്ടി വിട്ടുപോകുന്നു എന്നൊരു വിമർശനമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ടി യോഗം വിലയിരുത്തിയത് ജില്ലാ കമ്മിറ്റി? അതെ, വെള്ളിയാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അന്നുയർന്ന പ്രധാന വിമർശനം നേതൃത്വം ജനവികാരം മാനിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. സിറ്റിംഗ് MLA-മാരെ പോലും മത്സരിപ്പിക്കുമ്പോൾ അവർക്കുള്ള ജനപ്രീതി എത്രമാത്രമുണ്ട് എന്ന് പരിശോധിച്ചിരുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നിരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ. അന്ന് ഒരു നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. പ്രധാന പരാതി സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ എല്ലാവരെയും പരിഹസിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പോലും പരിഹാസ സ്വഭാവത്തിലാണ് മറുപടി നൽകുന്നത്. ഇത് പാർട്ടിക്ക് പൊതു സമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കുകയാണ്. ഇതിന് അറുതി വരണം. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവറുകള് ലക്ഷ്യമിടുന്നത് എന്നൊന്നും വ്യക്തമല്ല. പക്ഷേ അദ്ദേഹം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അത് മറ്റൊന്നുമല്ല, UDF-ന്റെ ഭാഗമല്ലാത്ത, കോൺഗ്രസിന്റെ ഭാഗമല്ലാത്ത, മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലാത്ത, തീർത്തും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കി, പ്രത്യേക കസേരയുണ്ടാക്കി, വകുപ്പുണ്ടാക്കി എന്നല്ല പറഞ്ഞപ്പോൾ മാറിപ്പോയതാ, പ്രത്യേക കസേരയുണ്ടാക്കിയിട്ട് ആ കസേരയിലേക്ക് നിയമനം നടത്തിയിരിക്കുന്നു അടുത്ത 5 വർഷത്തേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 5 വർഷത്തേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ UDF മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ അവറുകള് ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിൽ നിന്ന് പണം നൽകിക്കൊണ്ട്. ഇപ്പൊ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് അന്വേഷിക്കുന്നത് എല്ലാവരും. ഗോവിന്ദന് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചുരുങ്ങിയത് 5 വാർത്താ സമ്മേളനങ്ങളെങ്കിലും നടത്തണം. അതിനുവേണ്ടി പ്രത്യേകം സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ ഒരു പ്രത്യേക മുറി, ഒരു മീഡിയ റൂം തുറക്കുമെന്നാണ് പറയുന്നത്. നാളെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണെന്നാണ് പറയുന്നത്. ഒരു മീഡിയ റൂം സെക്രട്ടേറിയറ്റിനകത്ത്, അത് സ്പെഷ്യൽ മീഡിയ റൂം. സെക്രട്ടേറിയറ്റിനകത്ത് മീഡിയ റൂം ഉണ്ട്, അതല്ല, ഇത് സ്പെഷ്യൽ മീഡിയ റൂം. അവിടെ ഗോവിന്ദൻ മാത്രമേ അവിടെ നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയുള്ളൂ. എല്ലാ ദിവസവും 5 തവണ മിനിമമാണ്. അതിനപ്പുറത്തേക്കുള്ളത് ഗോവിന്ദന് ഇഷ്ടപ്രകാരം, ഗോവിന്ദൻ്റെ സാഹചര്യപ്രകാരം നടത്താം. എത്ര നടത്തുന്നോ അതിനനുസരിച്ച് ഒരു ഇൻസെൻറ്റീവ് കൂടി കിട്ടും. പേയ്മെൻറ്റ് കൂടും, മാസം ബോണസ് കൂടും. മനസ്സിലായില്ലേ? ഒരു ഫിക്സഡ് പേയ്മെൻ്റ് ഉണ്ട്, അത് ശമ്പളമുണ്ട്. പക്ഷെ അതിന് പുറമെ അതിൽ പറയുന്നത് 5 എണ്ണമാണ് മിനിമം. വാർത്താ സമ്മേളനങ്ങൾ 5 എണ്ണം നടത്തണമെന്നാണ്. പക്ഷേ കൂടുതൽ നടത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് കിട്ടും എന്നാണ് ഈ ഒരു നിയമനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. എല്ലാവരെയും ഞെട്ടിച്ച് കേരളക്കാരെ ഒന്നടങ്കം ഞെട്ടിക്കുലുങ്ങുകയാണ്. വാർത്ത കേട്ടവരൊക്കെ ഞെട്ടുന്നു. വാർത്ത അങ്ങനെ അങ്ങ് വൈറലായിട്ടില്ല, എല്ലാവരിലേക്കും എത്തുന്നേ ഉള്ളൂ. അപ്പോൾ വാർത്ത കേട്ടവരൊക്കെ ഇതിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സേ ആയിട്ടുള്ളൂ. അത് എല്ലാവരിലേക്കും അങ്ങ് എത്തിയിട്ടില്ല. ചില ആളുകളൊന്നും ഇത് കൺഫേം ചെയ്തിട്ടില്ല. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ, അവർക്ക് തന്നെ ഞെട്ടലായി ഈ വാർത്ത കേട്ടപ്പോൾ. ഇത് സത്യമാണോ എന്ന് അവർ തന്നെ ചിന്തിക്കുകയാണ്. എന്തായാലും ഇത് സത്യമാണ്, അങ്ങനെ ഒരു നിയമനം നടത്തിയിരിക്കുന്നു. കാരണം വി ഡി സതീശൻ്റെ കാതിലേക്ക് എത്തിയ വാർത്ത അതാണ്. ഗോവിന്ദൻ ഓരോ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ഓരോ ജില്ലകളിൽ നിന്നും 100-ലധികം പേർ CPM എന്ന് പറയുന്ന പാർട്ടി വിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്നത് അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഇവരെ ആനമുട്ടയുടെ ആകൃതിയിലേക്ക്
CPM എന്ന് പറയുന്ന പാർട്ടിയെ അടുത്ത 5 വർഷം കൊണ്ട് ആനമൊട്ടയാക്കണം എന്നുള്ളതാണ്. കോഴിമുട്ട പോരാ, ആനമൊട്ടയാക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മിനിമം 5 എണ്ണം. അപ്പോൾ മിനിമം 5 വെച്ചിട്ട് എല്ലാ ദിവസവും ഈ പറയുന്ന വാർത്താ സമ്മേളനങ്ങൾ MV ഗോവിന്ദൻ നടത്തണമെന്നുള്ളതാണ് ആകെയുള്ള ഡിമാൻഡ്. വേറൊന്നുമില്ല. എന്ത് വിഷയമൊക്കെ ഗോവിന്ദന് തോന്നും പോലെ, അത് സർക്കാരിനെ അനുകൂലിച്ച് തന്നെ പറയണമെന്നില്ല. ഗോവിന്ദൻ ഇത്രയും കാലം വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതെന്നെ ആവർത്തിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത 5 വർഷക്കാലം കൊണ്ട് എന്തുണ്ടാകും? ഗോവിന്ദൻ ഒരു മിനിമം എനിക്ക് തോന്നുന്നു അടുത്ത 5 വർഷക്കാലം കൊണ്ട് ഒരു 10,000 വാർത്താ സമ്മേളനങ്ങളിൽ നടത്തും. അപ്പോൾ 10,000 വാർത്താ സമ്മേളനങ്ങൾ ഗോവിന്ദൻ നടത്തിക്കഴിഞ്ഞാൽ എന്താകും? പിന്നെ ഇവർ ആനമൊട്ടയായി മാറുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഗോവിന്ദൻ്റെ ഓരോ വാർത്താ സമ്മേളനം കഴിയുമ്പോഴും അദ്ദേഹത്തിന് പരമ പുച്ഛമാണല്ലോ. എല്ലാവരോടും പുച്ഛം. സഖാവ് കുഞ്ഞികൃഷ്ണനോട് പുച്ഛം, സഖാവ് TK ഗോവിന്ദൻ മാഷോട് പുച്ഛം, ആശാ വർക്കർമാരോട് പുച്ഛം, അങ്ങനെ എല്ലാവരോടും പുച്ഛം. പുച്ഛം 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 പുച്ഛം, പരമ പുച്ഛം ഇങ്ങനെ വാരി വിതറുകയാണ്. മനസ്സിലായില്ലേ? എല്ലാവരോടും പുച്ഛം. ഇനി ഏഷ്യാനെറ്റ് ആണെങ്കിൽ അവരോട് പുച്ഛം, മനോരമയാണെങ്കിൽ അവരോട് പുച്ഛം, കാണുന്നവരോടൊക്കെ പുച്ഛം, പരമ പുച്ഛം. ഈ പുച്ഛം അത് തുടരണം, നിങ്ങളത് തുടരണം. അപ്പോൾ CPM ഒരു തിരുത്തൽ ഏർപ്പാടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞതുപോലെ ഇനി ഗോവിന്ദനെ എങ്ങാനും CPM മാറ്റി നിർത്തിയിട്ട് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് വല്ല പരിപാടികളും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗോവിന്ദനെ പാർട്ടി മാറ്റി നിർത്തിയാലും പാർട്ടിയേക്കാൾ വലിയ സ്ഥാനം നൽകി, പാർട്ടിയുടെ സെക്രട്ടറിയേക്കാൾ വലിയ സ്ഥാനം നൽകിയിട്ട് ഗോവിന്ദനെ കൊണ്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തിക്കുക. കാഞ്ഞ ബുദ്ധിയാണ് മുഖ്യമന്ത്രിയുടേത്. മനസ്സിലായില്ലേ? കാഞ്ഞ ബുദ്ധി. എന്താണ്? ശമ്പളം കൊടുത്തിട്ട് പണിയെടുപ്പിക്കുക. ഗോവിന്ദൻ ഡീൽ ഡണ്ണാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഈ പറഞ്ഞ പോലെ വാർത്താ സമ്മേളനം നടത്തുക തന്നെ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഒന്നാമത് മാഷാണല്ലോ. ഏത് മാഷാ? ഗോവിന്ദൻ മാഷ് ഏത് മാഷാ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാഷ്, ഡ്രിൽ മാഷ്. മനസ്സിലായില്ലേ? ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാഷായതുകൊണ്ട് നല്ല AI സാങ്കേതിക വിദ്യയിലൊക്കെ അദ്ദേഹത്തിന് വലിയ പരിജ്ഞാനമാണുള്ളത്. AI സാങ്കേതിക വിദ്യയെക്കുറിച്ചൊക്കെ വലിയ അഗാധമായ ആഴത്തിലുള്ള അറിവുള്ള വ്യക്തിയാണ് ഗോവിന്ദൻ മാഷ്. അപ്പോൾ ആ ഗോവിന്ദൻ മാഷിൻ്റെ AI പരിജ്ഞാനം, നോളജ്, ആ അറിവിനെ മാക്സിമം തൻ്റെ ഗവൺമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ VD സതീശൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഇപ്പം എല്ലായിടത്തും നോക്കിയാൽ നിങ്ങൾ ഇപ്പം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയത്തിന് ഏറ്റവും വലിയ കാരണക്കാരൻ ഒന്നിലധികം ആളുകളുണ്ട്. നമ്മൾ ആരെയും ചെറുതാക്കി കാണിക്കില്ല. പക്ഷേ എന്നാലും ഒരു അതിൻ്റെ കീ പൊസിഷനിൽ നിന്ന് പണിയെടുത്ത വ്യക്തി എന്ന് പറയുന്നത് അത് VD സതീശനാണ് അല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയായി അല്ലേ? അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ CPMന് വേണ്ടിയിട്ട് പണിയെടുത്തതാരാ? അത് ഗോവിന്ദൻ മാഷാണ്. ഗോവിന്ദൻ മാഷിനെ എന്താക്കി? പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊണ്ട് അദ്ദേഹത്തെ ഒതുക്കേണ്ടതല്ല, അദ്ദേഹത്തിന് കൃത്യമായ ക്യാബിനറ്റ് പദവിയുള്ള കസേര തന്നെ നൽകണമെന്ന് VD സതീശൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, സ്വന്തം ഭാര്യയെ വരെ തോൽപ്പിക്കാൻ കഴിയുന്ന പാർട്ടി സെക്രട്ടറി ലോകത്ത് എവിടെയാണുള്ളത്? സ്വന്തം ഭാര്യയെ വരെ തോൽപ്പിച്ചു അല്ലേ? മുഖ്യമന്ത്രി ആവേണ്ടിയിരുന്ന, മുഖ്യമന്ത്രി ആവാൻ തയ്യാറെടുത്ത് ഇറങ്ങിത്തിരിച്ച KK ശൈലജയെ തോൽപ്പിച്ചു അല്ലേ? രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ശിവൻകുട്ടിയെ തോൽപ്പിച്ചു. രാജാവിൻ്റെ കുഴലൂത്ത് വിദഗ്ധൻ MB രാജേഷിനെ തോൽപ്പിച്ചു. രാജാവിൻ്റെ മറ്റൊരടിമ P രാജീവിനെ തോൽപ്പിച്ചു. സജി ചെറിയാനെ തോൽപ്പിച്ചു. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പണിയെടുത്തത് ഗോവിന്ദൻ മാഷ്. അപ്പോൾ ഗോവിന്ദൻ മാഷിനെടുത്ത പണി അത് കാണാതെ പോകരുത്. അദ്ദേഹത്തിൻ്റെ അധ്വാനം മനസ്സിലായില്ലേ? അദ്ദേഹം എടുത്ത പണിക്ക്, ഒഴുക്കിയ വേർപ്പിന് പ്രതിഫലം നൽകണമെന്നുള്ളത് മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. കാരണം ഈ കാര്യത്തിൽ നമ്മൾ VD സതീശനെ അഭിനന്ദിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ പ്രയത്നം അത് അദ്ദേഹം കണ്ടു,
കണ്ടു എന്ന് മാത്രമല്ല അതിനുള്ള അംഗീകാരവും നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണെങ്കിലും ഗോവിന്ദൻ ഓരോ വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്തോറും എന്ത് സംഭവിക്കുന്നു? 100-ലേറെ ആളുകൾ ഓരോ വാർത്താ സമ്മേളനത്തിലും 100-ലേറെ ആളുകൾ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലേ, ആകെ ഒരൊറ്റ മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ കിട്ടിയത്. ബാക്കിയെല്ലാം തവിട് പൊടിയായി. അപ്പോൾ ആ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു വിലയിരുത്തലാണ്. പാർട്ടി സെക്രട്ടറി നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടിയത് UDF-കാർക്കാണ്, കോൺഗ്രസ്സുകാർക്കാണ്, ലീഗുകാർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് UDF-ൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ അവർകൾ പ്രത്യേകം താല്പര്യമെടുത്ത് തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി സെക്രട്ടറിക്ക് കൃത്യമായ കസേര നൽകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണെങ്കിലും കയ്യടികൾ നമ്മൾ നൽകണം അല്ലേ. ഇപ്പൊ മുഖ്യമന്ത്രി എനിക്ക് വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, കോൺവേ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയടിച്ചു അല്ലേ. ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കലൊന്നും വേണ്ട, ഏതെങ്കിലും പൈപ്പോ മറ്റേ ബക്കറ്റോ ഒക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാൽ മതി, അപ്പോഴും നമ്മൾ കൈയടിച്ചു. ഇപ്പതാ നമ്മൾ വീണ്ടും കൈയടിക്കുന്നു MV ഗോവിന്ദൻ മാഷിന്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്. അദ്ദേഹത്തിൻ്റെ AI പരിജ്ഞാനത്തോ ഉപയോഗപ്പെടുത്തി അത് കേരളത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗോവിന്ദൻ മാഷെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് ഒരു പ്രത്യേക പോസ്റ്റിൽ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ച ജോത്സ്യനെ ഒരു പോസ്റ്റിൽ നിയമിക്കുകയുണ്ടായി. പിന്നീട് അത് പിൻവലിച്ചു. ഓക്കെ, ഇവനെന്തോ പിൻവലിച്ചാലും നിയമിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ, പക്ഷെ അത് തമിഴ്നാടല്ല, ഇത് കേരളമാണ്. ഇവിടെ എന്തുണ്ട്, കറക്റ്റ് നിയമിച്ചാൽ നിയമിച്ചത് തന്നെയാണ്. എന്തായാലും ഗോവിന്ദൻ മാഷിൻ്റെ അധ്വാനം വെറുതെ ആയില്ല. ഗോവിന്ദൻ മാഷിന് എന്തായിരുന്നു ലക്ഷ്യം? ഭാര്യ ശ്യാമള, PK ശ്യാമളയെ മത്സരിപ്പിച്ച് തളിപ്പറമ്പിൽ നിന്ന് വിജയിപ്പിച്ച് ശ്യാമളയെ എന്താക്കണം, മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ അംഗമാക്കണം. അപ്പോൾ ആ ക്യാബിനറ്റിൽ ഭാര്യയെ അംഗമാക്കാൻ പറ്റിയില്ലെങ്കിലും ഭാര്യ തോറ്റുപോയി, 8 നിലയിൽ പൊട്ടിപ്പോയി തളിപ്പറമ്പിൽ. അപ്പോൾ ഭാര്യയെ ക്യാബിനറ്റ് അംഗമാക്കാൻ പറ്റിയില്ലെങ്കിലും ക്യാബിനറ്റ് പദവിയുള്ള അതേ വലുപ്പമുള്ള അതേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അതേ അധികാരമുള്ള ഒരു കസേരയിൽ ഗോവിന്ദൻ മാഷിന് ഇരിക്കാൻ പറ്റി. അതും UDF മുഖ്യമന്ത്രിയുടെ അംഗീകാരം എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ അതുമായിട്ട് പ്രതികരണം നടത്തിയത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സംഭവം കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തെ ഞാൻ വലിയ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വരും കാലങ്ങളിൽ നമുക്ക് കേരളത്തിന് VD സതീശൻ്റെ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ ഗോവിന്ദൻ മാഷിൻ്റെ AI സാങ്കേതിക വിദ്യ കൂടി അതിന് സഹായകരമായിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.